ഹലോ ഫ്രണ്ട്സ്, ഇലക്ട്രിക് ആൻഡ് പ്ലംബർ ടിപ്പിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ബേസിൻ പാനൽമേൽ ഓപ്പൺ വയറിങ് ചെയ്യുന്നത് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്. വർക്ക് കാണിക്കുന്നതിന് മുമ്പ് ഈ വീടിൻ്റെ സവിശേഷതകളെക്കുറിച്ച് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ വീടിൻ്റെ ഇലക്ട്രിക് മീറ്റർ ബേസിൻ പാനലിലാണ് വെച്ചിട്ടുള്ളത്. ഇത് നിർമ്മിച്ചിട്ടുള്ളത് 6 അടി ഹൈറ്റിൽ പൊക്കമുള്ള ഫില്ലർ ഉപയോഗിച്ച് അതിൻ്റെ മേൽ കമ്പി ഫ്രെയിം ചെയ്ത് അതിന് മുകളിൽ ബേസിൻ പാനൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ചുമരും ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ പ്രത്യേക ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ വീടിൻ്റെ അടിഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം, വല്ല കോഴി ഫാമോ ആട് ഫാമോ അങ്ങനെ എന്തെങ്കിലും കൃഷികളൊക്കെ ചെയ്യാം. അതിനുള്ളൊരു ഏരിയ നമ്മൾ അടിയിൽ പ്രത്യേകം ചെയ്യുന്നുണ്ട്. ഒന്നും നമുക്ക് വേസ്റ്റായി പോകില്ല ഇതിൻ്റെ അടിഭാഗം. അപ്പം നമുക്കിതിൻ്റെ സ്ലാബ് വാർത്ത് കാണും ചെയ്യാം. ഇതിൻ്റെത് ഈ പാനൽ ഉപയോഗിക്കുന്നതോടെ തന്നെ സ്ലാബ് വാർത്തിട്ട് അയിമലും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പാനലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പാനൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഫ്ലോറ് ചെയ്യുമ്പോൾ 16-14 mm ചെയ്യണം. 16 അല്ലെങ്കിൽ 14 ചെയ്യണം. 14 mm ഇത് ചെയ്തിട്ടുള്ളത്. ചുമര് ചെയ്യുമ്പോൾ 8 mm ചെയ്താലും മതി. അപ്പം നിങ്ങൾക്ക് ഈ വീടിൻ്റെ ഹോം ടൂർ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. എന്നാൽ നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഹോം ടൂർ ചെയ്യുന്നതാണ്. വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഒരുപാട് ചെടികളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗി കൂട്ടിയിട്ടുണ്ട്. നമുക്ക് വീടിനകത്ത് ചെയ്ത വർക്ക് നോക്കാം. ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് 1 ഇഞ്ച് ചാനൽ ഉപയോഗിച്ച് ഓപ്പൺ വയറിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ഈ വീടിനകത്ത് 2 ബെഡ്റൂമും 1 ഡൈനിങ് ഹാളും 1 കിച്ചണും സിറ്റ് ഔട്ടും 2 ടോയ്ലറ്റുമാണുള്ളത്. അപ്പോൾ ബെഡ്റൂമിനകത്ത് ചെയ്തതാണ് ഇപ്പോൾ കാണിക്കുന്നത്. ബെഡ്റൂമിനകത്ത് നമ്മൾ ലൈറ്റും ഒരു ഫാനുമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അത് നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയും. കാരണം ഈ ബേസിൻ പാനൽ നമുക്ക് കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് നിൽക്കും. അതിന്മേൽ സ്ക്രൂ ചെയ്തിട്ട് പിടിപ്പിക്കാൻ ടോപ്പൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ഇടാൻ കഴിയും. പിന്നെ ഇതിൻ്റെ ബാത്റൂമിൻ്റെ ഡോറാണ് ഈ കാണുന്നത്. 2 ബാത്റൂമാണ് ഇതിനകത്തുള്ളത്. ഒന്ന് കോമൺ ബാത്റൂമും 1 അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അങ്ങനെ 2 ബാത്റൂമാണ് ഇതിനകത്തുള്ളത്. പിന്നെ മറ്റൊരു ബെഡ്റൂമിലും ഇതേമാതിരി നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ഏരിയയാണ് ഇപ്പോൾ കാണുന്നത്. അതിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു 2 ലൈറ്റും 1 ഫാനും ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ 2 സ്വിച്ച് ബോർഡുണ്ട്. 2 സ്വിച്ച് ബോർഡിനകത്തുള്ള പ്ലഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചാനൽ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സ്വിച്ച് ബോർഡിനകത്തേക്ക് നല്ല രീതിയിൽ കട്ട് ചെയ്തിട്ട് ഇറക്കിയിട്ട് സെറ്റാക്കി ചെയ്യണം. ഈ കിച്ചൺ ഏരിയയിൽ ചെയ്തിട്ടുള്ളത് 2 പവർ പ്ലഗാണ്. ഒന്ന് ഫ്രിഡ്ജിനുള്ളതും മറ്റൊന്ന് കെറ്റൽ, കറണ്ട് അടുപ്പ് എന്നിവ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. മറ്റൊരു ബെഡ്റൂമിൽ ചെയ്തിട്ടുള്ളത് കാണിച്ച അതേ ബെഡ്റൂമിൽ ഇല്ല, അതേ സിസ്റ്റം തന്നെയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ബെഡ് സ്വിച്ചും അതേമാതിരിക്ക് കയറി ചെല്ലുന്നിടത്തൊരു സ്വിച്ച് ബോർഡും 1 ലൈറ്റും 1 ഫാനും 1 സോക്കറ്റുമാണ് ചെയ്തിട്ടുള്ളത്. ഈ റൂമിനകത്താണ് നമ്മൾ DB സെറ്റ് ചെയ്തിട്ടുള്ളത്. 10W DB ആണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. DB ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ നല്ല സ്ക്രൂ ടൈറ്റ് ആക്കിയിട്ടാണ് ചെയ്യാം. അല്ലെങ്കിൽ DB ഓപ്പൺ ആയതുകൊണ്ട് ഇളകിപ്പോവും. സ്വിച്ച് ബോർഡ് എപ്പോഴും നല്ല രീതിയിൽ തന്നെ നമ്മൾ ഉറപ്പിക്കണം. നല്ല സ്ക്രൂ ചെയ്തിട്ട്, കാരണം പാനൽ പിടുത്തം കുറയാൻ പാടില്ല. ഇതിനകത്ത് നല്ല സീനറി ഒക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിൻഡോ ഒക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതേമാതിരി ഡോറ് ഇതൊക്കെ നല്ല എളുപ്പത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഇത് തന്നെയാണ്. നമ്മൾ ആ കമ്പി വെക്കുമ്പോൾ ആ കമ്പിയുമൊക്കെ സ്ക്രൂ ചെയ്തിട്ടാണത്. അതുപോലെ തന്നെ ഈ വീട് നിൽക്കുന്ന സ്ഥലം ചെരിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് പ്രശ്നമില്ല. ആ വീട് വെക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. അതേ വേറൊരു കാര്യം, പിന്നെ ഇനി വെള്ളമൊക്കെ കൂടുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഉറവൊക്കെ ഉണ്ടാകുന്ന സ്ഥലങ്ങളാണെന്ന് വെച്ചെങ്കിൽ അതിലും പ്രശ്നമില്ല. കാരണം ഒരു 6 അടി പൊക്കത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പ്രശ്നമില്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയും. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു.